കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. സ്തോത്രം പറയുവാൻ 3 അനുഗ്രഹങ്ങൾ എന്നൊരു വിഷയം നാം ചിന്തിക്കുവാൻ താല്പര്യപ്പെടുന്നു. കൂടപ്പിറപ്പുകളെ, ദൈവമക്കൾ തങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ എപ്പോഴും പിതാവാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നവരായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഇവിടെ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. നാം എന്തിനു വേണ്ടിയൊക്കെയാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യേണ്ടത്? ഒരു യഥാർത്ഥ ദൈവപൈതൽ എപ്പോഴും സ്തോത്രം ചെയ്യുന്നവനായിരിക്കണം. ഭൗതിക നന്മകൾ ലഭിക്കുന്നതിന്റെ വെളിച്ചത്തിലല്ല വിശ്വാസികൾ സ്തോത്രം അർപ്പിക്കേണ്ടത്. ഭൗതിക നന്മകൾ സമ്പാദിക്കുന്നതിന് വേണ്ടിയോ മറ്റുള്ള ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടിയോ അല്ല നമ്മെ സ്വർഗസ്ഥനായ പിതാവ് വിളിച്ച് വേർതിരിച്ച് നിർത്തിയിരിക്കുന്നത്. മറിച്ച് നമ്മെ ആത്മീക പദവികൾ തന്ന് ആത്മീക വളർച്ച പ്രാപിച്ച് നിത്യരാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ വേണ്ടിയാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. ആകയാൽ നമുക്ക് ലഭിച്ച ആത്മീക അവകാശങ്ങൾക്കും പദവികൾക്കുമായി നാം സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരായിരിക്കണം. ഇവിടെ വിശ്വാസികളായ നാം ചില വിഷയങ്ങൾക്കായി ഏറിയ സന്തോഷത്തോടുകൂടി പിതാവിന് സ്തോത്രം ചെയ്യുന്നവരാകുവാൻ വേണ്ടി പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലെ ചില ഭാഗങ്ങൾ പരാമർശിക്കുകയാണ്. പൗലോസിന്റെ പ്രാർത്ഥന നമുക്ക് വേണ്ടി കൂടിയുള്ളതാണ്. നമുക്ക് വേണ്ടി കൂടിയാണ് പൗലോസ് അപ്പോസ്തലൻ അന്ന് പ്രാർത്ഥിച്ചത്. നാം സ്തോത്രം ചെയ്യേണ്ട 1-ാമത്തെ വിഷയം വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിൽ പങ്ക് തന്നതിന് വേണ്ടിയാണ്. പ്രിയരെ, ദൈവം നമ്മെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ ആക്കി വച്ചിരിക്കുന്നത് വെളിച്ചത്തിന്റെ രാജ്യത്തിലാണ്. ആ രാജ്യത്തിന്റെ സകല അവകാശങ്ങൾക്കും ദൈവം നമ്മെ യോഗ്യരാക്കി തീർത്തിരിക്കുന്നു. ഇത് ഭൗതികമായ ഒരു അവകാശമല്ല, ദൈവസാന്നിധ്യത്തിലുള്ള നിത്യമായ വാഴ്ചയാണ്. സമ്പൂർണമായി ആത്മീയമായ ഒന്നാണിത് എന്ന് അപ്പോസ്തല പ്രവൃത്തി 20 നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയും. സകല വിശുദ്ധന്മാരോടും കൂടെ നമുക്കും വെളിച്ചത്തിലുള്ള അവകാശത്തിൽ പങ്ക് ലഭിച്ചിരിക്കുന്നു എന്നുള്ള അറിവ് പണ്ട് ജാതികളായിരുന്ന, എന്നാൽ ഇന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയായിരിക്കുന്ന നമുക്ക് പിതാവാം ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ യോഗ്യമായ സുവാർത്ത തന്നെയാണ്. നമുക്ക് വേണ്ടി സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതും ക്ഷയം, മാലിന്യം, വാട്ടം എന്നിവ ഇല്ലാത്തതുമായ അവകാശത്തിനായി തന്നെ നമ്മെ വീണ്ടും ജനിപ്പിച്ചിരിക്കുന്നു എന്ന് പത്രോസ് അപ്പോസ്തലൻ തന്റെ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. രണ്ടാമത് നാം സ്തോത്രം ചെയ്യുവാനുള്ള വിഷയം ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചതിനാണ്. പ്രിയരെ, ദൈവം നമ്മോട് കാണിച്ച മഹാദയയും കരുണയുമാണ് അവൻ നമ്മെ സാത്താന്യ സാമ്രാജ്യത്തിൽ നിന്നും വിടുവിച്ചത്. ഇരുട്ടിന്റെ ശക്തികളിൽ നിന്ന് നാം സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തവരായിരുന്നു. നമ്മെ അടിമത്തത്തിൽ നിന്ന് തൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം എന്ന യാഗത്തിലൂടെ പൂർണ്ണമായി വിടുവിച്ചെടുത്തു. ഇപ്പോൾ നാം ദൈവകൃപ ലഭിച്ചവരും ദൈവമക്കളുമാണ്. ഇനി അന്ധകാരത്തിന് നമ്മുടെ മേൽ യാതൊരു അധികാരവുമില്ല. മുമ്പേ നാം ഇരുൾ ആയിരുന്നു എന്ന് എഫെസ്യ ലേഖനത്തിൽ നമുക്ക് വായിക്കുവാൻ കഴിയുന്നു. എന്നാൽ ഇപ്പോൾ നാം കർത്താവിൽ വെളിച്ചമാകുന്നു. മുമ്പേ നാം ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ നാം വെളിച്ചമാകുന്നു. നാം ഇന്ന് ദൈവിക ഭരണത്തിന് അധീനരായി ദൈവിക പ്രമാണങ്ങൾക്ക് കീഴ്പ്പെട്ട് കഴിയുന്നവരാണ്. നമ്മുടെ സ്ഥലം മാറി, നമ്മുടെ അവസ്ഥ മാറ്റപ്പെട്ടു, നമ്മുടെ പ്രവൃത്തികൾ മാറി. ആകയാൽ ഇതിന് കാരണഭൂതനായ പിതാവാം ദൈവത്തിന് നാം സന്തോഷത്തോടെ സ്തോത്രം അർപ്പിക്കുവാൻ കടപ്പെട്ടവരാണ് എന്നാണ് പൗലോസ് അപ്പോസ്തലൻ വ്യക്തവും ശക്തമായി പുതിയ നിയമസഭയെ പഠിപ്പിക്കുന്ന സത്യം. 3-ാമത്തെ വിഷയം സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വച്ചു എന്നുള്ളതാണ്. സ്നേഹത്തിന്റെ പരിപൂർണ
മൂർത്തിഭാവമായ വ്യക്തിയാണ് കർത്താവായ യേശു ക്രിസ്തു. കർത്താവായ ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുന്നു. ഒരു സ്ഥലത്തു നിന്നും അടുത്ത സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുക എന്നതാണ് ഇതിനർത്ഥം. നമ്മുടെ പ്രവൃത്തി കൊണ്ടല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ ആയിരുന്നത്. അതുകൊണ്ട് പ്രിയരെ, നാം ഇനി മേലാൽ ദൈവപുത്രന്റെ ഭരണത്തിനും അധികാരത്തിനും കീഴ്പ്പെട്ട് ജീവിക്കുവാൻ ബാധ്യസ്ഥരാണ്. പുത്രന്റെ രാജ്യം എന്നത് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നതോടെ ഭൂമിയിൽ സ്ഥാപിതമായ സാർവത്രിക സഭയാണ്. ഈ രാജ്യത്തിലായിരിക്കുന്ന ഓരോ പൗരനും ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാൻ കടപ്പെട്ടവനാണ്. അങ്ങനെ നമ്മൾ ദൈവത്തെ സ്തോത്രം അർപ്പിച്ച് സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നവരായിരിക്കണം. കൂടപ്പിറപ്പുകളെ, സ്തോത്രം ചെയ്യുക എന്നതിന് നന്ദി പറയുക എന്നാണ് അർത്ഥം. നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം. നാം ഇനി ഒരിക്കലും സാത്താന്റെ ദാസന്മാരല്ല. നാം അവന്റെ രാജ്യത്തിലെ അടിമകളല്ല. നാം സ്വതന്ത്രരാക്കപ്പെട്ടവരാണ്. നാം ദൈവരാജ്യത്തിൻ്റെ പ്രജകളാണ്. നാം ദൈവമക്കളാണ്. നാം അവകാശികളാണ്. നാം ഇപ്പോൾ തന്നെ ഈ ആത്മീയ അനുഗ്രഹങ്ങൾ പ്രാപിച്ചു കഴിഞ്ഞു. നാം ഈ വക അനുഗ്രഹങ്ങൾക്കായി നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സ്തോത്രം പറയാറുണ്ടോ? ആത്മീയരായവർക്ക് മാത്രമേ ഇതിനൊക്കെ സ്തോത്രം പറയുവാൻ കഴിയുകയുള്ളൂ. ആത്മീയ ചിന്ത എപ്പോഴും നമ്മെ ഭരിക്കട്ടെ. ഭൗതിക നന്മകൾ മാത്രം പ്രാർത്ഥനയിലും ആരാധനയിലും പ്രതീക്ഷിക്കുന്നവർക്ക് ഈ വിധ വിഷയങ്ങൾക്ക് നന്ദി അർപ്പിക്കുവാൻ കഴിയുകയില്ല. നാം നമ്മുടെ യഥാർത്ഥ അവകാശം തിരിച്ചറിയുക, നാം ആരാണെന്ന് തിരിച്ചറിയുക, നാം എവിടേക്കുള്ളവരാണെന്ന് തിരിച്ചറിയുക, നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് നാം തിരിച്ചറിയുക, നാം ആരുടെ മുഖത്തേക്കാണ് നോക്കുന്നത് എന്ന് തിരിച്ചറിയുക, നാം എങ്ങോട്ട് പോകാനുള്ളവരാണ് തിരിച്ചറിയുക. സന്തോഷത്തോടെ ഈ തിരിച്ചറിവുകളുടെ വെളിച്ചത്തിൽ പിതാവാം ദൈവത്തിന് നന്ദി അർപ്പിച്ച് അവനെ പ്രസാദിപ്പിച്ച് അവനെ ആരാധിച്ച് ജീവിക്കുക. അതിന് നമുക്കിടയായി തീരണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. പൗലോസ് അപ്പോസ്തലനെ പോലെയുള്ള അപ്പോസ്തലന്മാർ ലേഖനത്തിൽ കൂടി ശക്തമായി നമ്മളെ അതിന് ആഹ്വാനം ചെയ്യുന്നു. ആകയാൽ എനിക്കതിനിടയായി തീരണമെന്നുള്ള ആഗ്രഹത്തോടെ നമുക്കിന്ന് പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ചോദിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസം പ്രഭാതത്തിൽ പിതാവേ, ഞങ്ങളങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളെ വീണ്ടെടുപ്പുകാരനായ അങ്ങയുടെ പുത്രനായിരിക്കുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവിനോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പുത്രനായ ക്രിസ്തുവിനെ ഞങ്ങളിൽ കൂടി മഹത്വപ്പെടുത്തണമേ. കർത്താവെ, ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന ഈ ഭാഗ്യപദവികൾക്കായി, ഈ അവകാശങ്ങൾക്കായി, ഈ നന്മകൾക്കായി സ്തോത്രം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞങ്ങൾ തീർത്തും ജഡീകന്മാരായി പോകാതെ ഞങ്ങൾ ആത്മീക ചിന്തയിൽ ആത്മീയരായി ആത്മീയ നിറവുള്ളവരായി ജീവിപ്പാൻ, ഇപ്രകാരം എപ്പോഴും സ്തോത്രം അർപ്പിക്കുന്നവരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. ഇന്ന് പകലിലും അങ്ങനെ ജീവിച്ച് അങ്ങേ പ്രസാദിപ്പിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. അപ്പോൾ ഇന്നിൻ്റെ മറുപടികളും വിടുതലുകളും ഞങ്ങൾ ചോദിക്കുന്നു. സർവശക്തനെ പ്രസാദിപ്പിക്കുവാൻ ഇന്ന് പകൽ ഞങ്ങളുടെ പ്രയത്നം കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, ഞങ്ങളുടെ സ്തോത്രാർപ്പണങ്ങൾ കൊണ്ട് ഇടയാക്കി തീർക്കണമേ. മഹത്വം അങ്ങയ്ക്ക്. സകലത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു കർത്താവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നപ്പോൾ ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.